തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് എത്ര ദിവസം ഞാൻ പോകുമോ. ശശിപൂർ തുടങ്ങുന്നതിനും 1 മാസം മുമ്പ് നമ്മൾ പ്രവർത്തനം തുടങ്ങിയതാണ്. വണ്ടീന്റെ മേലെ നിപ്പില്ലേ, വല്ലാത്ത നിപ്പില്ലേ, ഇത് കൊടും വെയിലില് നിപ്പല്ലേ, കാല് മന്തുകാല് പോലായി. പലരും പറഞ്ഞു പ്രയാസമുണ്ടോ? ഏത് പ്രയാസവും മനക്കരുത്തുണ്ടെങ്കിൽ നേരിടാമെന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എനിക്കൊരു അനുഭവ പാഠമാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളുടെ അധ്യക്ഷൻ സുധീർനാഥ് എൻ്റെ പരിചയക്കാരനാണ്. എൻ്റെ സഹപ്രവർത്തകനല്ലെങ്കിലും ഒരുമിച്ച് മത്സരിച്ച ആളുകളാണ് ശ്രീ ശശിധരൻ. പിന്നെ വേദിയിലുള്ള രാവിലെ ഉൾപ്പെടെയുള്ള പ്രിയ സുഹൃത്തുക്കളെ, കാർട്ടൂൺ വിമർശനമാണ് പ്രധാനം. ഏത് വിഷയത്തെക്കുറിച്ചും ജനങ്ങളിൽ ഉണ്ടാകുന്ന വിമർശനം കാർട്ടൂണിസ്റ്റ് ഒരു വരികൾ കൂടി നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കും. അതിൽ പ്രധാനം അടിക്കുറിപ്പാണ്. ഇപ്പൊ നിങ്ങൾ നോക്കണം, അവിടെ ഞാനൊരു കാർട്ടൂൺ കണ്ടു. ഞാനൊരു ചെണ്ടക്കാരനായി നിൽക്കുക. ചെണ്ടക്കാരൻ. ഞാൻ ജനിച്ചിട്ട് ചെണ്ട കൂട്ടിയിട്ടില്ല, പക്ഷെ ഇവിടെ ചെണ്ടക്കാരനാണ് എന്ന് പറഞ്ഞാൽ ചെണ്ട എന്ന് പറയുന്നത് ഒരു വാദ്യമാണ്. ആ വാദ്യം കൊട്ടാൻ എനിക്ക് കഴിയുമെന്നാണ് കാർട്ടൂണിസ്റ്റ് ധരിച്ചിരിക്കുന്നത്. എന്തായാലും അത് ആക്ഷേപഹാസ്യം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി വന്നു. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലിയ വിമർശനമാണ് ഈ കാർട്ടൂൺ. ആ വിമർശനം നമ്മൾ ഉൾക്കൊള്ളും. ഞാൻ രാവിലെ പത്രം എടുത്ത് ആദ്യം കാർട്ടൂണാണ് നോക്കുക. കാർട്ടൂൺ നോക്കിയാൽ ആ പത്രത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാവും. അത്ര വിമർശനമായിരിക്കും. മനോരമ രാവിലെ വന്നാൽ ഞാൻ ആദ്യം ആ ഭാഗത്തുള്ള കാർട്ടൂൺ നോക്കുക. ഈ കാർട്ടൂണിന്റെ പ്രത്യേകതയാണ് നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് പലപ്പോഴും ചില ശുദ്ധീകരണങ്ങൾക്ക് കാരണമാകുന്നത്. നമ്മൾ ശുദ്ധീകരണം എന്ന് പറയുന്നില്ലേ, കാർട്ടൂൺ കണ്ടാൽ ശുദ്ധീകരണം ഉണ്ടാകും. അത് ശരിക്കും മനസ്സിലാക്കിയ ആളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പൊതുജീവിതത്തിൽ ഏത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അടിപതറി എന്ന് തോന്നിയാൽ ഈ കാർട്ടൂണാണ് അതിൻ്റെ പ്രധാന കാര്യം. അദ്ദേഹം തിരുത്തും, കാർട്ടൂണിസ്റ്റിനെ വിളിച്ചു വരുക്കും, സംസാരിക്കും. നമുക്കിവിടെ കേരളത്തിൽ കാർട്ടൂണിസ്റ്റുകൾ വലിയ സംഖ്യയുണ്ട്. ഞാൻ ഒരു തവണ മനോരമക്കാരെ കാർട്ടൂണിസ്റ്റുകൾ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ അവിടെ കായംകുളത്ത് പോയിരുന്നു. അന്ന് അവിടെ വെച്ച് കാർട്ടൂണിസ്റ്റുകൾ എല്ലാവരെയും കണ്ടു. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം കാർട്ടൂൺ എന്ന് പറയുന്നത് വെറും വര മാത്രമല്ല. കാർട്ടൂൺ ഒരു സമഗ്രമായ ആശയത്തിൻ്റെ ഒരു രൂപമാണ്. ആ രൂപം അവതരിപ്പിക്കാൻ ഈ കാർട്ടൂണിസ്റ്റിനെ കഴിയൂ. കാർട്ടൂണിസ്റ്റ് അത് അവതരിപ്പിച്ചതാണ്. ഞാൻ ആലോചിക്കുക, പലപ്പോഴും എന്നെ അവതരിപ്പിക്കാൻ ഈ മുടി മതിയല്ലോ. 4 വര കൊണ്ട് എന്നെ അവതരിപ്പിക്കാം. മുടി ഓരോരുത്തരെയും ഓരോ ട്രേഡ് മാർക്ക് ഇട്ടിട്ടുണ്ട്. ഒരു തവണ യേശുദാസ് എന്നോട് പറയായിരുന്നു, നിങ്ങൾ മുടി വെട്ടുന്നതെന്ന് ആരോ പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. മുടി വെട്ടിയാൽ പിന്നെ നിങ്ങളിങ്ങനെ അവതരിപ്പിക്കുക? ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയുണ്ട്. ചിലര് ചെരുപ്പ്, ചിലര് ഷർട്ട്. ഈ ശശിധരൂരിന്റെ വേട്ടി, ആ വേട്ടി നീളമുള്ള വേട്ടിയാണ്, സാധാരണ വേട്ടിയല്ല. ഇതൊക്കെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ആ ശ്രദ്ധിക്കുന്ന ഭാഗമാണ് കാർട്ടൂണിസ്റ്റിന് വളരെ പ്രധാനം. അപ്പൊ ഒരു കാർട്ടൂണിസ്റ്റ് ഈ വിഷയങ്ങൾ ജനങ്ങളെ മനസ്സിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ ആ കാർട്ടൂണിസ്റ്റിന് 4 വര കൊണ്ട് കഴിയുന്നത് ഈ പ്രത്യേക അടയാളം കൊണ്ടാണ്. ആ അടയാളം ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയക്കാരെ പലപ്പോഴും ജനങ്ങൾ കാണുന്നത്, നമ്മളൊക്കെ രാഷ്ട്രീയക്കാർ ധരിക്കുന്നത് നമ്മളെല്ലാം റെഡിയാന്ന് ആരും ഒന്നും അറിയില്ല. നമുക്ക് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ജനം തിരിച്ചറിയും. പ്രത്യേകിച്ച് ഈ വിഷ്വൽ മീഡിയ വന്നതിന് ശേഷം ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്ത് ചർച്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോണാണ്.
സാറിന്റെ വാച്ച് മാറിയിട്ടുണ്ടല്ലേ? വാച്ച് മാറിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. മാറിയില്ലല്ലോ. മാറിയിട്ടുണ്ട് സാർ. കഴിഞ്ഞവണ ഒരു സിൽവറിന്റെ ഒരു ചെയിനായിരുന്നു, ഇത്തവണ സ്റ്റേപ്പായല്ലോ. അപ്പൊ പുതിയ വാച്ച് വാങ്ങിയിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ല, അത് പൊട്ടിയോണ്ട് പുതിയ വെച്ചാ. അത്ര സൂക്ഷ്മമാണ് ജനങ്ങൾ. ആ ജനങ്ങളുടെ മനസ്സ് പൂർണ്ണമായി ഗ്രഹിച്ച് അത് കാർട്ടൂൺ രൂപത്തിൽ ജനങ്ങളെ അഭിപ്രായം എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള ഏറ്റവും വലിയ ആശയം വ്യക്തമാക്കുന്ന ഒരു ഏർപ്പാടാണ് കാർട്ടൂൺ. കാർട്ടൂണിന്റെ തലം ചെറുതല്ല. കാർട്ടൂൺ എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകമാണ്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ, എന്നാൽ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ കാർട്ടൂണിസ്റ്റ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് വിമർശകർക്കുമായി. അതുകൊണ്ട് കാർട്ടൂണിസ്റ്റുകൾ ഈ പരിപാടി സുധീർനാഥ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് എനിക്ക് പരിചയപ്പെടാമെന്ന് ഞാൻ വരാൻ സംഭവിച്ചു. പിന്നെ സ്ഥാനാർത്ഥികളെ വിളിച്ച് അതിൻ്റെയും പ്രത്യേകതയുണ്ട് കേട്ടോ. ഞങ്ങൾ 2 സ്ഥാനാർത്ഥികളാണ്. നാളെ വിധി പറയും. എനിക്ക് 2 പേർക്ക് ഒരു പ്രത്യേകത എനിക്ക് തോന്നി. ഞാൻ തോറ്റാൽ ഞാൻ XMP ആണ്, ഇപ്പോഴും XMP ആണ്. അദ്ദേഹം തോറ്റാൽ അദ്ദേഹം XMP ആണ്. നമ്മൾ രണ്ടാളും തോറ്റു കഴിഞ്ഞാൽ XMP പറയും. അത് ഉറപ്പാണ്. അതിലപ്പുറം പോകാനില്ലല്ലോ, എവിടെയും പോകാനില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടുകളെന്ന് അതുകൊണ്ട് ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും എനിക്കില്ല കേട്ടോ. എന്താ കാരണം എന്നറിയോ? ഞാനൊരു പഴയ ഫുട്ബോൾ കളിക്കാരനാണ്. ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ പോകുമ്പോൾ നമ്മൾ ജയിക്കാനാ പോകുന്നത്. ജയിക്കാൻ പോയാൽ ചിലപ്പോൾ നന്നായി കളിച്ച് തോറ്റു പോകും. നമ്മളെ പത്രക്കാരെ എഴുതുന്നില്ലേ, നന്നായി കളിച്ചു പൊരുതി തോറ്റു പോകും. മെസ്സിയുടെ കിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? മെസ്സി ഇടത്തെ കാലം ഉണ്ടാകുമെങ്കിലും ഞാൻ വലത് കാലമുള്ള കിക്ക്. ആ കിക്ക് മിക്കവാറും ഗോളാവും. അപ്പൊ ഞാൻ കിക്ക് ചെയ്തിട്ട് ഗോളായില്ലെന്ന് വെച്ചോ, രക്ഷപ്പെടുത്തിയെന്ന് വെച്ചോ, ആയിക്കോട്ടെ, വരട്ടെ. ആ കളിക്കാരന്റെ വീര്യത്തോടു കൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിധി കാത്തു നിൽക്കുന്നത്. ഒന്നുകിൽ ജയം, അല്ലെങ്കിൽ നന്നായി കളിച്ചു തോറ്റ് എന്ന മനസ്സിന്റെ സന്തോഷം. ഇത് രണ്ടും ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് 2 പേർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ശശി തരൂർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. രാഷ്ട്രീയം വേറെയാണ്, വ്യക്തിബന്ധം വേറെയാണ്. വ്യക്തിബന്ധത്തിൽ ഒരിക്കലും മറ്റൊന്നും കലർത്താത്ത ഒരാളാണ് ഞാൻ. അതെനിക്ക് ഇഷ്ടമല്ല. വ്യക്തിയെ വ്യക്തിയായി കാണും. ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിന് കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ ആദ്യം മനസ്സിൽ കാണണം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തലസ്ഥാനത്ത് 2 പേരെയും കൂട്ടി കാർട്ടൂണിസ്റ്റുകൾ ഈ വിളിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ്. സുധീർനാഥിനും കാർട്ടൂണിസ്റ്റുകൾക്ക് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അവസാന ഘട്ടത്തിൽ കാരണം 4-ാം തീയതി വോട്ട്, 3-ാം തീയതി വൈകുന്നേരം